ഇവരെ ഇപ്പോ ഇല്ലാതാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ ഐഡിയോളജിക്കലി ഒരു സമരം നടക്കുന്നുണ്ട്. ആയുധം ഏന്തിയിട്ടുള്ള ഒരു പോരാട്ടം നടക്കുന്നുണ്ട് അവർക്കെതിരെ. നല്ല വൃത്തിക്ക് അവരെ വെടിവെച്ച് കൊന്നുകളയുന്നുണ്ട്. ആ കൂട്ടത്തില് ഇവര് ഇൻഫ്ലുവൻസ് ചെയ്ത ഗ്രാമവാസികള് സിൽവാരിയില് ഇപ്പൊ ജയിച്ചിരിക്കുന്ന BJP-കാരാണ്. BJP അവിടെ ജയിച്ചു എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായി ഭാരതീയ ജനതാ പാർട്ടിക്ക്. അവര് വേണ്ട രീതിക്ക് സംസാരിച്ചു, അവരിലുള്ള ജനങ്ങളിലുള്ള തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ ജനങ്ങള് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് മാറി, അത് ഈ നക്സലിസ്റ്റ് മാവോയിസ്റ്റുകളുടെ കൂട്ടത്തിൽ നിന്ന് മാറി ഭാരതത്തിന്റെ ഭാഗമാകാനായിട്ട് ഒരു വളരെ മൾട്ടിപ്രോങ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. വികസനം കൊണ്ടുവരുന്നു, തുല്യനീതി ഉറപ്പാക്കുന്ന പരിപാടികൾ, സമ്പർക്കം നടത്തിയിട്ട് അവരുടെ സംശയങ്ങൾ മാറ്റുക, നക്സലുകൾ അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ ഇനി ഉപദ്രവിക്കാതിരിക്കാനായിട്ട് അവരെ തട്ടികളയുക. അങ്ങനെയുള്ള വളരെ മൾട്ടിപ്രോങ്ഡ് ആയിട്ടുള്ള ആ റെഡ് കോറിഡോർ എന്ന് പണ്ട് മാർക്ക് ചെയ്ത ജില്ലകളെ തിരിച്ച് ഭാരതത്തിന്റെ ഭാഗമാക്കുന്നത് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരു ഫുൾ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു രീതിക്കായിരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഇത്രയും എഫേർട്ട് എടുക്കുന്നത്.